എല്ലാവർക്കും നെക്സ് ആൻഡ് ട്രിക്സിന്റെ ആദ്യത്തെ റിവ്യൂ വീഡിയോയിലേക്ക് സ്വാഗതം. സോ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ നെക്സ് ആൻഡ് ട്രിക്സിൽ ഇതുവരെ നമ്മൾ ചെയ്തിരുന്ന വീഡിയോസ് എല്ലാം PC ഷോക്കേസ് വീഡിയോസ് ആയിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ ഇനി തൊട്ട് നമ്മൾ റിവ്യൂ വീഡിയോസ് ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. സോ നമ്മൾ ആദ്യമായിട്ട് റിവ്യൂ ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് വന്നിട്ട് നമ്മുടെ GAMDIASന്റെ HEBE M1 RGB എന്ന് പറയുന്ന ഒരു ഗെയിമിംഗ് ഹെഡ്ഫോൺ ആണ്. സോ നമുക്കിനി സമയം കളയണ്ട, നമുക്കിത് ആദ്യം അൺബോക്സ് ചെയ്ത് തുടങ്ങാം. സോ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. നമ്മൾ ഇത് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓവറോൾ ലുക്ക്, ഡിസൈൻ, സൗണ്ട് ക്വാളിറ്റി, നമ്മൾ ഇതിനെപ്പറ്റിയെല്ലാം നമ്മൾ ഈ ഒരു റിവ്യൂവിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ ഡിസൈൻ കാര്യങ്ങളെല്ലാം നമുക്ക് ആദ്യം ഒന്ന് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഫസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ തന്നെ ഇതൊരു ഓവർ ദി എയർ ഹെഡ്ഫോൺ ഡിസൈനാണ്. ഓവർ ദി എയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ വെക്കുന്ന ഒരു ഹെഡ്ഫോണാണിത്. അത്യാവശ്യം ഹെവി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. കാരണം അത്യാവശ്യം വലിയൊരു ഹെഡ്ഫോൺ, ഈ ഒരു ഇയർ കപ്സ് വലുതായതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു സൈസുള്ള ഹെഡ്ഫോണായിട്ട് നിങ്ങൾക്കിത് ഫീൽ ചെയ്യും. നിങ്ങൾ ഡെസ്കിൻ്റെ പുറത്തായാലും PC യുടെ സൈഡിൽ വെച്ചാലും ഇത് അത്യാവശ്യം നല്ലൊരു സൈസുള്ള ഒരു ഹെഡ്ഫോണായിട്ട് ഫീൽ ചെയ്യും. നമുക്കിനി RGB ലൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇതിൽ ഓൾറെഡി നിങ്ങൾ കണ്ടു കാണും, ഇതിൽ കുറച്ച് RGB കാര്യങ്ങളെല്ലാം ഈ സൈഡ് ഇയർ കപ്സിലെല്ലാം ഉണ്ട്. ഈ ഇയർ കപ്സിനെ പറ്റി പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഹെവി സൈസ് ആയതുകൊണ്ട് ഇത് ഫില്ല് ചെയ്യാൻ അത്യാവശ്യം ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് അവർ ഫില്ല് ചെയ്തിരിക്കുന്നത് കുറച്ച് ലൈൻസും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടാണ്. ഒരു കുറച്ച് ഡോട്ടഡ് സാധനങ്ങളും ടെക്സ്ചർ പാറ്റേൺ അങ്ങനെയുള്ള എല്ലാം കൊടുത്തിട്ടുണ്ടാവും. ആ ഒരു ഇതിൻ്റെ അകത്താണ് ഇതിനെ ഫില്ല് ചെയ്തിരിക്കുന്നത്. അത് കാണാനും അത്യാവശ്യം നല്ലൊരു ലുക്ക് തരുന്നുണ്ട് ഈ ഹെഡ്ഫോണിന്. പിന്നെ രണ്ടാമത്തെ പോയിന്റ് വന്നിട്ട് നമ്മുടെ ഈ ഒരു ഇയർ കപ്സ് പ്ലീതർ പാഡ്സ് എന്ന് പറയും. അത്യാവശ്യം ലെതർ കോട്ടഡ് ആയിട്ടുള്ള ഒരു പാഡ്സ് ആണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. സോ നമ്മളിനി ഡിസൈനിൻ്റെ അടുത്ത കാര്യങ്ങളിലേക്ക് വരുവാണെങ്കിൽ ഇതൊരു അലുമിനിയം ഫ്രെയിമിലാണ്, അലുമിനിയം ഫിനിഷാണ് ഇതിന് ശരിക്കും. ഈ ഒരു ഫ്രെയിമിനോട് ചേർന്നൊരു ലെതർ ബാൻഡും ഉണ്ട്. ഈ ലെതർ ബാൻഡ് വന്നിട്ട് ജോയിൻ ചെയ്തിരിക്കുന്ന ഈ ഒരു അലുമിനിയം സ്ട്രക്ചറിലോട്ടാണ്. അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ വയറിംഗ് കണക്ഷൻ കാര്യങ്ങളിലേക്ക് പോവാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു വയറായിട്ട് ഇത് ഫീൽ ചെയ്യുന്നുണ്ട്. ബ്രൈഡഡ് ആണ്. അതിൻ്റെ പുറത്തൊരു പ്ലാസ്റ്റിക് കോട്ടിങ്ങും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ വരുന്ന ഒരു ഇൻലൈൻ റിമോട്ട്, ഇതാണ് ശരിക്കും ഈ ഹെഡ്ഫോണിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു റിമോട്ട്. ഇതിലൊരു 5 സ്വിച്ചസ് ഉണ്ട്. ഒരു ബേസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സ്വിച്ച്, പിന്നെ ഒരു RGB ലൈറ്റ് ഓൺ ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്വിച്ച്, പിന്നെ മൈക്ക് മ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്വിച്ച്, പിന്നെ വന്നിട്ട് സൗണ്ട് അപ്പ് ഡൗൺ, ഇങ്ങനെയുള്ളൊരു കുറച്ച് സ്വിച്ചസ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഡിസൈൻ വൈസ് എനിക്ക് ഈ ഒരു കൺട്രോളറിൻ്റെ ഡിസൈനിൽ ഞാൻ അത്ര ഹാപ്പി അല്ല. GAMDIAS പോലത്തെ ഒരു ഗെയിമിംഗ് ബ്രാൻഡിന് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു ഇതിൻ്റെ അകത്ത്. പിന്നെ ഈ ഇൻലൈൻ റിമോട്ടിൽ എനിക്കൊരു സജഷൻ ഉള്ളത്, നമ്മുടെ അതായത് ഇതിൻ്റെ ഈ സൗണ്ട് കൺട്രോൾ നമ്മൾ ശരിക്കും കൺട്രോൾ ചെയ്യുമ്പോൾ ഹെഡ്ഫോണിലെ സൗണ്ടാണ് കുറയേണ്ടത്. പക്ഷേ നമ്മുടെ ഇത് PC കണക്ട് ചെയ്തിട്ട് ഇത് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് കുറയുന്നത് ആ PCയുടെ ആ OSലുള്ള ടോട്ടൽ സൗണ്ട് വോളിയം ഡൗൺ ആവുകയാണ് ചെയ്യുന്നത്. അതെനിക്കെന്തോ അത്ര അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ചോയ്സ് ആയിട്ട് തോന്നുന്നില്ല. കാരണം ഞാൻ ഒരുപാട് ഹെഡ്ഫോണിൻ്റെ സൗണ്ട് മാത്രം കൺട്രോൾ ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ല റേഞ്ചിലുള്ള ഹെഡ്ഫോണിൽ ആ ഒരു ഫീച്ചർ കൂടെ നമുക്ക് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. അതുപോലെ മൈക്കിൻ്റെ കൺട്രോളും ഇതിൻ്റെ അകത്ത് മൈക്ക് വോളിയം കൂട്ടാനോ കുറയ്ക്കാനോ ആ ഒരു കൺട്രോൾ ബട്ടണും കൂടെ ആഡ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു 3000 ബഡ്ജറ്റ് റേഞ്ചിൽ അവർ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഈ കണക്ഷൻ കണ്ടിന്യൂ ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇത് കണക്ഷൻ വരുന്നത് ഒരു ഗോൾഡ് പ്ലേറ്റഡ് USB ആണ്. അത്യാവശ്യം നമുക്ക് USBയുടെ ഹെഡ് ആയാലും വയർ വന്നിട്ട് ജോയിൻ ചെയ്യുന്ന ഇതെല്ലാം ആയാലും അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമ്മളത് കണക്ട് ചെയ്യുന്ന ടൈമിൽ PCയുടെ ബാക്കിൽ കണക്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്യുമ്പോഴോ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് അത് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഇതൊരു ഗോൾഡ് പ്ലേറ്റഡ് USB ആണെന്നുള്ളത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ഇതൊരു USB ആയതുകൊണ്ട് USB സപ്പോർട്ടഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസിൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതൊരു കോണായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം നമുക്ക് മൊബൈൽ പോലത്തുള്ള ഡിവൈസസിൽ ഗെയിം കളിക്കുമ്പോൾ ഈ ഹെഡ്ഫോൺ യൂസ് ചെയ്യാൻ വളരെ പാടാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ USB കൺവേർട്ടറോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യേണ്ടി വരും. പിന്നെ ആസ് എ ഹോൾ യൂണിറ്റ് ഈ ഒരു ഡിസൈനിൽ ക്ലീൻ ആൻഡ് നീറ്റ് ആണ്. നമുക്കൊരു 80-85% ഡിസൈൻ വൈസ് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സിൽ ഹാപ്പിയാണ്. സോ നമുക്കിനി ഈ ഒരു ഹെഡ്ഫോണിൻ്റെ സൗണ്ട് ക്വാളിറ്റിയെ പറ്റി ഡിസ്കസ് ചെയ്യാം.
എൻ്റെ സൗണ്ട് ക്വാളിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഇതുവരെ കേട്ട അത്യാവശ്യം ഈ പ്രൈസ് റേഞ്ചിലുള്ള ഹെഡ്ഫോൺസിൽ അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ട്. ഇത് അത്യാവശ്യം ലൗഡറാണ്. അത്യാവശ്യം ലൗഡർ ആയതുകൊണ്ട് നമ്മുടെ ഇറിറ്റേറ്റ് ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ഒരുപാട് ഹെഡ്ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൗഡർ വോയിസിൽ പോകുമ്പോൾ നല്ല ഇറിറ്റേഷൻ ഉണ്ടാവും, കുറച്ച് വൈബ്രേഷനും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. പക്ഷേ ഈ ഒരു ഹെഡ്ഫോണിന് അങ്ങനെ വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ഞാൻ അത്യാവശ്യം ഫുൾ വോളിയത്തിൽ ഒരുപാട് ഈവൻ ബേസ് അത്യാവശ്യം വരുന്ന സോങ്സ് പോലും ഞാൻ ഇട്ടിട്ട് എനിക്ക് വലുതായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. പിന്നെ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയെ പറ്റി പറയുമ്പോൾ തന്നെ ഇതിൻ്റെ അത്യാവശ്യം ക്രിസ്പും ക്ലിയറും ആണ്. നമ്മൾ കേൾക്കുന്ന നോയ്സ് അത്യാവശ്യം നല്ല ക്രിസ്പും ക്ലിയറും ആയിരിക്കും. സൗണ്ട് ക്യാൻസലേഷനും അത്യാവശ്യം നല്ലൊരു നോയ്സ് ക്യാൻസലേഷൻ തരുന്നുണ്ട്. എന്നാലും ഒരു 80% വരെ ഉള്ളൂ. കുറച്ചുകൂടെ GAMDIAS അതിനുവേണ്ടി വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു, എനിക്ക് ഫീൽ ചെയ്യുന്നു. കാരണം ഞാൻ ഒരു ടൈമിൽ ഇത് യൂസ് ചെയ്യുന്ന എനിക്ക് ചെറുതായിട്ട് നോയ്സ് അകത്ത് വരുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ 80%ഓളം നോയ്സ് ക്യാൻസലേഷൻ നമുക്ക് ഓക്കെ ആണ്. നമുക്കിത് ഈ ഒരു ഹെഡ്ഫോൺ ഗെയിമിംഗ് എൻവയൺമെൻറ്റ് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ നമ്മൾ PUBG, CSGO, പിന്നെ വന്നിട്ട് Battlefield 5, Call of Duty ഇങ്ങനെയുള്ള എല്ലാ ഗെയിംസിലും നമ്മളിത് ചെക്ക് ചെയ്ത് നോക്കി. അത്യാവശ്യം നല്ലൊരു റെസ്പോൺസാണ് എനിക്ക് ഈ ഹെഡ്ഫോണിൽ നിന്ന് കിട്ടിയത്. നല്ല സൗണ്ട് ക്വാളിറ്റി, പിന്നെ നമ്മുടെ എനിമീസ് വരുന്ന സമയത്തുള്ള അവരുടെ ഫുഡ് സ്റ്റെപ്പ് ആയാലും, പിന്നെ വന്നിട്ട് നമ്മുടെ എനിമീസ് ബാക്കിൽ നിന്നായാലും ഫ്രണ്ടിൽ നിന്നായാലും എവിടെ നിന്ന് വന്നാലും 7.1 സറൗണ്ട് സിസ്റ്റം ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു റെസ്പോൺസ് ആ ഒരു 7.1 എന്നുള്ള ഫീച്ചറിൽ നിന്നും കിട്ടുന്നുണ്ട്. പിന്നെ വന്നിട്ട് ഗ്രനേഡ്സ്, വൺ ഷോട്ട്സ് ഇതെല്ലാം നമുക്ക് പ്രോപ്പറായി കേൾക്കാനും പറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ ടീംമേറ്റ്സ് അവർ ഇങ്ങോട്ട് നമ്മളോട് എന്താണോ പറയുന്നത് അതും ക്രിസ്പും ക്ലിയറുമായിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട് ഈ ഹെഡ്ഫോണിൽ. അടുത്ത് വന്നിട്ട് ഇതൊരു 7.1 സറൗണ്ട് വരുന്ന ഒരു ഹെഡ്ഫോണാണ്. അപ്പോൾ ഇതിന് അത്യാവശ്യം ഈ 7.1 എന്ന് നെയിം ചെയ്തിരിക്കുന്നത് കാരണം അത്യാവശ്യം 7.1 ഒരു സറൗണ്ട് സിസ്റ്റം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ആ 7.1 സറൗണ്ട് സിസ്റ്റം കിട്ടുന്നുണ്ടോ എന്ന് പ്രോപ്പറായിട്ട് എനിക്ക് പറയാൻ സാധിക്കുന്നില്ല. കാരണം ഞാൻ ചെക്ക് ചെയ്തതിൽ എനിക്ക് അത്ര ഞാൻ ഹാപ്പി അല്ല ആ ഒരു കാര്യത്തിൽ. അത് ഒരു 20-25% ഇനിയും ഇതിൽ ഇൻക്രീസ് ചെയ്യാനുണ്ടെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്കിനി ഈ ഹെഡ്ഫോണിൻ്റെ കംഫർട്ടിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഹെഡ്ഫോണാണ്. എന്നാൽ പോലും നമ്മൾ ആദ്യം ഹെഡ്ഫോൺ ഇങ്ങനെ വയ്ക്കുന്ന ടൈമിൽ എല്ലാവർക്കും അത്ര കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യണമെന്നില്ല. കാരണം ഇതിൻ്റെ ഇയർ കപ്സ് അത്യാവശ്യം വലുതാണ്, അതുകൊണ്ടായിരിക്കണം അങ്ങനെ. പിന്നെ ഈ ഒരു ടെൻഷൻ ബാൻഡ് അത്യാവശ്യം ഹെഡ് സൈസ് ഉള്ളവർക്ക് ഒരു ഇഷ്യൂ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ വന്നിട്ട് ഇതിൻ്റെ ഇയർ കപ്സ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്ലീറ്റർ പാഡ്സ് ആണ്. ഈ പ്ലീറ്റർ പാഡ്സിൻ്റെ ഒരു ഇഷ്യൂ ലെതർ ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് ടൈം യൂസ് ചെയ്യുമ്പോൾ ഒരു 3 to 4 hours യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇയേഴ്സ് സ്വെറ്റ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ ഇയർ കപ്സ് തന്നെ എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇയർ കപ്സ് നമുക്ക് ട്വിൽറ്റ് ചെയ്യാൻ കൂടെ പറ്റിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നെനിക്ക് ഫീൽ ചെയ്യുന്നു. അതെനിക്ക് തോന്നുന്നു ഇൻ ഫ്യൂച്ചർ അവർ ആ ഒരു സെഗ്മെൻറ്റോടെ ഇതിനകത്ത് കൊണ്ടുവരുന്നു. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ലാർജ് ഹെഡ് സൈസ് ഉള്ളവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്കും കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യും. കാരണം അഡാപ്റ്റ് ചെയ്യും നമ്മുടെ ഹെഡ് ഷേപ്പിനെ. ഈ ഒരു ടിൽറ്റ് ചെയ്യുന്ന ഇയർ കപ്സ് ഒരുപാട് അഡാപ്റ്റ് ചെയ്യും. അതുകൊണ്ട് അതുകൂടെ ആഡ് ചെയ്താൽ കൊള്ളായിരുന്നെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. പിന്നെ ഇത് നമ്മുടെ യൂസ് ചെയ്ത് പോകുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ കംഫർട്ട് ലെവൽ കൂടി വരും എന്ന് എനിക്ക് ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഞാൻ ഒരു ആദ്യം 2-3 പ്രാവശ്യം ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് അത്യാവശ്യം ഡിസ്കംഫർട്ട് ഫീൽ ചെയ്തെങ്കിൽ പോലും ഞാൻ യൂസ് ചെയ്ത് വന്നപ്പോൾ ഞാൻ ഓക്കെ ആണ് അതിൽ. അപ്പോൾ എൻ്റെ ഈ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ തന്നെ ആയിരിക്കും എല്ലാവർക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നമുക്കിനി ഇതിൻ്റെ സോഫ്റ്റ്വെയറിനെ പറ്റി, ഇതിനൊരു സോഫ്റ്റ്വെയർ ഉണ്ട് GAMDIAS തന്നെ, ഹെറ എന്നാണ് ആ സോഫ്റ്റ്വെയറിൻ്റെ പേര്. ആ സോഫ്റ്റ്വെയറിൽ ഈ ഹെഡ്ഫോണിന് അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമുക്കിനി അതിനെപ്പറ്റി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ ഓടിച്ച് പറയുന്നുള്ളൂ. ഞാൻ ടോട്ടലായിട്ട് അത് ഡിസ്കസ് ചെയ്യുന്നില്ല. എന്നാലും ഞാൻ അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ആ സോഫ്റ്റ്വെയറിനെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇതാണ് അതിൻ്റെ ഒരു ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇത് മെയിൻ സെറ്റിങ്സ് ആണ്. ഈ മെയിൻ സെറ്റിങ്സിൽ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് 7.1 വിർച്വൽ സ്പീക്കർ, നമുക്ക് ഷിഫ്റ്റർ എന്നാണ് അതിൻ്റെ ആ ഒരു ഓപ്ഷൻ്റെ പേര്. അത് നമുക്ക് ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം. അത്യാവശ്യം ഇത് ഓൺ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നോയ്സ് ലൗഡർ ആവുന്നുണ്ട്. പിന്നെ വന്നിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡ് ആണെങ്കിലും റൈറ്റ് സൈഡ് ആണെങ്കിലും ഈ ഒരു വോളിയം കൺട്രോളിൻ്റെ അകത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ വന്നിട്ട് ലെഫ്റ്റിലായാലും റൈറ്റിലായാലും നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് റീസെറ്റ് ചെയ്യണമെങ്കിൽ ആ റീസെറ്റ് ബട്ടണിൽ അമർത്തി കഴിഞ്ഞാൽ അത് റീസെറ്റ് ആവും. 30% ഓൾറെഡി റീസെറ്റ് ആയി കഴിഞ്ഞു. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ അത്യാവശ്യം വേറെ കുറച്ച് ഫീച്ചേഴ്സ്, അതായത് നമ്മുടെ ഈ ഒരു സറൗണ്ടിൻ്റെ സെറ്റിങ്സ് എങ്ങനെയാണോ നമുക്ക് മാറ്റേണ്ടത്, അതെങ്ങനെ എവിടെ നിൽക്കണം, ഏത് സൈഡിലൂടെ വരണം എന്നുള്ളതെല്ലാം നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇക്വലൈസറിൽ വന്നിട്ട് ബേസ്, ട്രിബിൾ ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ ഓൾറെഡി ഡിഫോൾട്ടിലായിരിക്കും എപ്പോഴും കിടക്കുന്നത്. പിന്നെ നമ്മുടെ ചോയ്സസിനനുസരിച്ചിട്ട് നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ ലെറ്റ്സ് മൂവ് ഓൺ ടു എൻവയൺമെൻറ്റും നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്കതും ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൻ്റെ അകത്തുണ്ട്.
അത്യാവശ്യം പ്ലെയിൻ എൻവയോൺമെൻറ്റ് ഞാൻ ഈ ഒരു ഹെഡ്ഫോൺ റെക്കമെൻഡ് ചെയ്യുന്നു. കാരണം ഞാൻ പ്ലെയിൻ എൻവയോൺമെൻറ്റിലിട്ട് അത്യാവശ്യം കുറച്ച് മ്യൂസിക്കും എല്ലാം കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ ഹാപ്പിയാണ്, അതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതാണ്. എൻ്റെ ഒരു റെക്കമെൻഡേഷനാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ദെൻ മൈക്കിൻ്റെ കാര്യമാണ്. മൈക്കും അത്യാവശ്യം നമുക്ക് അതായത് നമുക്കിപ്പം നമ്മുടെ വോയിസ് തന്നെ ചേഞ്ച് ചെയ്യണം, മൈക്കിൽ പറയുന്നതന്നെ ചേഞ്ച് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു മാജിക് വോയിസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കൂടെ ഇതിൻ്റെ അകത്തുണ്ട്, അത് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ മൈക്രോഫോണിൻ്റെ എക്കോ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ ഒരു ലോ ഹൈ നമുക്ക് അതിൻ്റെ അകത്ത് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ സ്പീക്കേഴ്സാണ്, അതും നമുക്ക് എല്ലാവർക്കും ആവശ്യം വരണമെന്നില്ല. പിന്നെ വോക്കൽ ക്യാൻസലേഷനും അതുപോലെ യൂസ് ചെയ്യുന്നവർക്ക് അവരുടേതായ പേഴ്സണൽ ചോയ്സസിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു സോഫ്റ്റ്വെയറാണ് അവർ ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ സോഫ്റ്റ്വെയറിൻ്റെ ഇൻ്റർഫേസും കാര്യങ്ങളും എല്ലാം കണ്ടു കഴിഞ്ഞു. ഈ സോഫ്റ്റ്വെയറിൽ എനിക്കായിട്ട് ഫീൽ ചെയ്തൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്തൊരു RGB കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ആ സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് ഇല്ല. അതുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു പേഴ്സണൽ സജഷനാണ്. അത് ഇതുവരെ അവർ ആഡ് ചെയ്തിട്ടില്ല. ഇൻ ഫ്യൂച്ചർ ആഡ് ചെയ്യുമെന്ന് പല ആർട്ടിക്കിൾസിലും ഞാൻ വായിച്ചു, അറിയത്തില്ല എപ്പോൾ ആഡ് ചെയ്യുന്നുള്ളത്. എന്തായാലും ഇതുവരെയുള്ള അപ്ഡേറ്റിൽ അത് ആഡ് ചെയ്തിട്ടില്ല. സോ ഈ പ്രോഡക്റ്റിനെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ വെബ്സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ താഴെ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. അതിൽ നിങ്ങൾക്ക് ഫോട്ടോസും ഈ ഒരു ഹെഡ്ഫോണിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം അതിനകത്ത് നിന്ന് കിട്ടുന്നതായിരിക്കും. സോ ഇന്ന് ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. സോ ദിസ് ഈസ് പ്രസീദ് സൈനിങ് ഓഫ് ഫ്രം നെക്സ്റ്റ്.